ഹായ് ഹലോ ആൻഡ് വെരി വെരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞാനൊരു മേക്കപ്പ് ലുക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് എഗെയിൻ എനിക്കൊന്നൊരു ഗ്യാപ്പിന് ശേഷം പിന്നെയും ഞാൻ വരുന്നത്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇനി അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാമെന്ന്. ഇത്തവണ എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. ശ്രമിക്കാമെന്നുള്ളത് എന്താവുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം ഞാൻ ഒരിക്കൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല മിക്കപ്പോഴും ഞാൻ. വീട്ടിൽ വന്നിട്ട് വേണം വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്, എഡിറ്റ് ചെയ്തിടണം. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ലാഗ് അടിക്കുന്നത്. ഓക്കെ, എനിവേ നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഇന്ന് ഒരു മേക്കപ്പ് ലുക്കാണ്. വാലന്റൈൻസ് ഡേ വരെയാണ്. അപ്പം ഞാൻ ആക്ച്വലി ഒരു മേക്കപ്പ് ലുക്ക് ചെയ്താലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ വാലന്റൈൻസ് ലുക്ക് ആകാം, കാരണം വാലന്റൈൻസ് ഡേ ഈസ് കമ്മിങ്. സോ വൈ നോട്ട്? ഓക്കെ, സോ യെസ്, അപ്പം നമുക്ക് ഈ ലുക്കിലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇന്നത്തെ വീഡിയോ. അപ്പം യെസ്, വിതൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. സോ വെരി ഫസ്റ്റ് വന്നിട്ട് ബേസിക്കായിട്ട് എളുപ്പത്തിലൊക്കെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിങ്ങനെ ബ്ലാബർ ചെയ്ത് എൻ്റെ വീഡിയോ എത്രയും ലെങ്ത് ആക്കുമെന്ന് അറിയാം. സത്യം, എല്ലാ തവണയും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്തവണ 5 മിനിറ്റുള്ള വീഡിയോ അയക്കണം, 5 മിനിറ്റുള്ള വീഡിയോ അയക്കണം എന്ന്. എൻ്റെ സംസാരം തന്നെ കഴിയുമ്പോൾ 5 മിനിറ്റ് ആവും. ഇന്ന് സിമ്പിളായിട്ട് ചെയ്യാനാണ്. നമുക്കൊന്നും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല. വെരി ഫസ്റ്റ് വന്നിട്ട് ഈ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഷെയ്ഡ് നമ്പർ 128 ആണ്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ലെന്നുള്ള സത്യം. ഈ വീഡിയോയിലാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പാക്കറ്റ് സീൽ ഇപ്പോൾ പൊട്ടിക്കുന്നേ ഉള്ളൂ, പൊട്ടിച്ചു. ട്രൈ ചെയ്ത് നോക്കാം. ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് കൊതു കടിക്കുന്നതന്നെ. ഞാനാണെങ്കിൽ ഷോർട്ട്സ് ഇട്ടേക്കുന്നത്. കൊതുവിന് എന്തെങ്കിലും കിട്ടിയ ചാൻസ്. ആകപ്പാടി ഈ ശരീരത്ത് കുറച്ച് ചോരയും കൂടെ ഉള്ളൂ, അതോടെ കുടിച്ച് തീർക്കണം. നമുക്കിനി ഫൗണ്ടേഷൻ, ഞാൻ പ്രൈമർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് ഡയറക്റ്റ്ലി അപ്ലൈയിങ് ഫൗണ്ടേഷൻ. യൂഷ്വലി ഇങ്ങനെയല്ല ഞാൻ ആക്ച്വലി ഒരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഐ സ്റ്റാർട്ട് ഫസ്റ്റ് വിത്ത് ഐ മേക്കപ്പ്, അതിന് ശേഷമാണ് ബേസ് മേക്കപ്പ്. ഇന്നെന്തോ റാൻഡംലി ഞാൻ അങ്ങ് ചെയ്യുകയാണ്. പൊതുവേ ഞാൻ ഐ മേക്കപ്പ് ആണ് ആദ്യം ചെയ്യുന്നത്. പക്ഷെ ഇന്ന് എന്തോ എനിക്ക് തോന്നി ഇന്ന് ഫേസ് മേക്കപ്പ് വെച്ച് തന്നെ തുടങ്ങാം. അപ്പം നമുക്ക് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ്. ഓക്കെ, അപ്പോൾ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെയാണ് ഇത് കാണുന്നത്. കുറച്ച് വെള്ളപ്പള്ളി പിടിച്ച പോലെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇൻ റിയൽ ഇറ്റ്സ് ലുക്കിംഗ് ആക്ച്വലി നൈസ്. ഓക്കെ, ലൈറ്റ് കവറേജ് ആണ്. നിങ്ങൾക്ക് കണ്ടറിയാം എൻ്റെ പിമ്പിൾസ് ഒന്നും കവർ ചെയ്തിട്ടില്ല. പിമ്പിൾസ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടായി. എനിക്കൊരു ലൈറ്റ് കവറേജ് മതി. നല്ലൊരു ഡീസൻറ്റ് എവരിഡേ ഫൗണ്ടേഷൻ ആണ്. നല്ലതായിട്ട് ഓക്സിഡൈസ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ലൈറ്റ് ഷെയ്ഡ് നോക്കി വാങ്ങിക്കുക, ഇല്ലെങ്കിൽ പണി കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഐബ്രോ ചെയ്യാമേ. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ കിറ്റ് ആണ്. ഇതിലിങ്ങനെ വാക്സ്, ഒരു ലൈറ്റർ കളർ, ഒരു മീഡിയം കളർ അങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ഐബ്രോ ഇട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോകട്ടോ. ഞാനിവിടെ നൈക്കേൻ്റെ ഈ ഒരു പാലറ്റാട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബേസ് ആദ്യം ചെയ്യട്ടെ. എന്നിട്ട് ഞാനൊരു റെഡ് ലൈൻ പോലൊക്കെ കൊടുത്താലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ റെഡ് ലൈനൊക്കെ ചെയ്ത് വരുമ്പം എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം തന്നെ ഇത് വെച്ചിട്ട് നല്ലൊരു ബേസ് കൊടുക്കാമേ ആദ്യം. സോ ഞാൻ നല്ലൊരു പീച്ച് ബേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ യെസ്, അപ്പം പീച്ച് ബേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്ന കുറച്ച് റെഡ് അങ്ങനെ എന്തെങ്കിലും കൊടുത്താലോ എന്നാണ്. സോ ഞാൻ ഈ ഒരു പാലറ്റ് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്നൊരു പാലറ്റാണ്. കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് ഞാൻ കാണിക്കാം. ഇങ്ങനെ പല കളേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഓറഞ്ച് അങ്ങനെ. അപ്പം അതിൻ്റെ അകത്ത് ഈ ഒരു റെഡ് കളർ ഉണ്ട് ഓൾറെഡി. ഈ റെഡ് കളർ എടുത്തിട്ട് ജസ്റ്റ് ലൈൻ ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഇതൊരു സൊല്യൂഷനാണ്. എനിക്ക് ഇത് ഇൻഗ്ലോട്ട് എന്ന് പറയുന്ന സൊല്യൂഷൻ. ഇതിങ്ങനെ നമുക്ക് ഐ ഷാഡോയിലൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു ഐലൈനറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ സാധനം ഉണ്ടെങ്കിൽ. അതുപോലെ നമുക്ക് ഇപ്പം നമ്മുടെ ജെല്ലൊക്കെ ഇല്ലേ, ഐലൈൻ ജെല്ലൊക്കെ നമുക്ക് കട്ട പിടിച്ച് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല സ്മൂത്തായിട്ട് വരും. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ലിപ്സ്റ്റിക്ക് തീർന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രോപ്പ് എടുത്ത് അതിലോട്ട് വയ്ക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ തീർന്നു അല്ലെങ്കിൽ ഡ്രൈ ആയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രോപ്പ് എടുത്ത് അതിലോട്ട് വയ്ക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നൈസായിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് നാളോട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു സൊല്യൂഷനാണിത്. അപ്പം ഇത് ഞാൻ ഈ ഐ പാലറ്റിലോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു മിക്സ് ചെയ്തിട്ട് ഒരു ലിക്വിഡ് പോലെ ആക്കിയിട്ട് നമുക്ക് ഐ ലൈൻ ചെയ്ത് നോക്കാമേ. നമ്മൾ മിഷൻ ഫെയിലിയറിനെ എങ്ങനെയൊക്കെയോ മിഷൻ സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ടാക്കി. സോ ഫൈനലി എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എങ്ങനെ ക്യാമറ കാണുന്നുണ്ടെന്ന്. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഇതുപോലത്തെ ഒരു ഐലൈൻ ലുക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ കളർ ലൈൻസ് യൂസ് ചെയ്തിട്ടില്ല. ദിസ് ഈസ് എ ഫസ്റ്റ് ടൈം. ഞാൻ ലൈൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു
വിങ് കൊടുത്തില്ല, ചെറിയൊരു വിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം തിക്കായിട്ട് ആ റെഡ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ യൂഷ്വൽ ബ്ലാക്ക് ലൈനർ വെച്ച് ജസ്റ്റ് ഒരു വളരെ തിൻ കോട്ട് കൊടുത്തിട്ടുണ്ട്. തിൻ ലൈനാണ്, ബ്ലാക്ക് അറിയത്തില്ല. പിന്നെ മസ്കാര ഇട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ക്ലോസപ്പ് ഞാൻ കാണിക്കാമേ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. കുറച്ച് സമയം എടുത്തെങ്കിലും നിങ്ങൾക്ക്, പക്ഷേ എനിക്കിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് റെഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. റെഡായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അതായിരുന്നു വേണ്ടത്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ബ്ലഷ് കൊടുക്കാം. ബ്ലഷിന് ഞാനിവിടെ ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ബ്ലഷ് വെച്ചിട്ട് നമുക്ക് ബ്ലഷ് കൊടുക്കാം. ഇതൊരു ആക്ച്വലി ഒരു പീച്ച് കളർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതൊരു പിങ്കാണ്. ബട്ട് എനിവേ നമുക്ക് ആ ഒരു ബ്ലഷ് ലുക്കിന് നമുക്കിത് അപ്ലൈ ചെയ്യാം. ചെറിയൊരു പേരിനൊരു ബ്ലഷ് ഇരുന്നോട്ടെ, നല്ലതല്ലേ. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമുക്കിനി ലിപ്സ്റ്റിക്കാണ്. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ലിപ് ഗ്ലോസ് കൊടുക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ പൊതുവേ റെഡ് ലിപ്സ്റ്റിക് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്ന് റെഡ് ലിപ് ഗ്ലോസ്, നമുക്ക് റെഡ് ലിപ് ഗ്ലോസ് അല്ല, ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യാം. ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ലൈറ്റായിട്ടൊന്ന് നമുക്ക് ഈ റെഡ് ലിപ്സ്റ്റിക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. എന്നാലേ നമ്മുടെ ലിപ് ഗ്ലോസ് ഇടുമ്പം കുറച്ചോട്ട് ഭംഗി വരത്തുള്ളൂ. ചെറുതായിട്ട് മതിയെ, ഒത്തിരി വേണ്ട. ഇത് നല്ല പിഗ്മെൻ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല സ്മൂത്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ, വളരെ ലൈറ്റായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ മേലെ ഇത് ഇൻസൈറ്റിൻ്റെ ലിപ് ഗ്ലോസാണ്. തീർന്നു, ആക്ച്വലി തീർന്നു കേട്ടോ. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് നാളായിട്ട് ഞാൻ ആക്ച്വലി ഒരു ലിപ് ഗ്ലോസ് ഫാനാണ്. കാരണം ലിപ് ഗ്ലോസ് ഒരു വേറെ തന്നെ ലുക്ക് വരും. സി, നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ലിപ് ഗ്ലോസിൻ്റെ ലുക്കേ വേറെ. എനിക്ക് റീസെൻ്റായിട്ട് ഞാൻ ലിപ് ഗ്ലോസ് ഫാനാണ്. തീർന്നു സത്യം പറഞ്ഞാൽ. ഞാനിപ്പോൾ വടിച്ചെടുത്തതാണ് ഇത്. യെസ്, ക്യാമറയ്ക്കകത്ത് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വെളുത്തിരിക്കുന്നു. പക്ഷെ ഞാൻ ഇൻ റിയൽ ഇത്രയും വെളുത്തതല്ല. എനിക്ക് ഇതിൻ്റെ അകത്ത് കണ്ട് നല്ല ഭംഗി തോന്നുന്നുണ്ട്. അത്രയും ഭംഗി സത്യം പറഞ്ഞാൽ ക്യാമറ തോന്നുന്നില്ല. ക്യാമറയ്ക്കകത്ത് ഇത്തിലൂടെ നല്ലതായിട്ട് വെളുത്തിരിക്കുന്നു, എനിക്കറിയത്തില്ല. അയ്യോ, എനിക്ക് ലിപ്സ് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ. സീരിയസ്ലി, ലിപ്സ് ആർ ലുക്കിംഗ് ഗോർജിയസ്. അയ്യോ, ഓൾമോസ്റ്റ് നമ്മുടെ ലുക്ക് റെഡി ആയിട്ടുണ്ട്. ആൻഡ് നമുക്കിനി ഡ്രസ്സ് മാറാം. ആ ഒരു കംപ്ലീറ്റ് ലുക്ക് പറഞ്ഞെങ്കിൽ ഡ്രസ്സ് മാറണം, ഹെയർ സെറ്റാക്കണം, കമ്മലൊക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ വരാം. അങ്ങനെ നമ്മൾ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഒബിയസ്ലി ദിസ് ഇസ് എ വാലന്റൈൻസ് മേക്കപ്പ് ലുക്ക്. അപ്പം അതിന് റെഡ് കളർ ഉണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ് വരത്തുള്ളൂ. ഞാൻ ഈ ഡ്രസ്സ് തന്നെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഈ മേക്കപ്പ് ഇത്രയും ചെയ്തത്. കാരണം ഇത് ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചതിൻ്റെ പുതിയ ഡ്രസ്സാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഡ്രസ്സ്. ഞാൻ എൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഞാനൊരു ഫോട്ടോ എന്തെങ്കിലും ഞാൻ ഇട്ടേക്കാം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ പോണിറ്റെയിൽ ഇട്ടു കേട്ടോ ഹെയർ. സാധാരണ മിക്കപ്പോഴും അഴിച്ചിടാനാണ് വിചാരിക്കുന്നത്. ഈയിടെ ഞാൻ പോണിറ്റെയിൽ ഒബ്സസ്ഡാണ്. കാരണം ഞാൻ എൻ്റെ ഹെയർ കട്ട് റീസെൻ്റ്ലി ചെയ്തു. മുടിയുടെ ലെങ്ത് കുറച്ചിട്ടുണ്ട്, ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോണിറ്റെയിലൊക്കെ കുറച്ചുകൂടി ഒരു ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഞാൻ പോണിറ്റെയിലൊന്നും കെട്ടാറില്ല. അപ്പോൾ പോണിറ്റെയിൽ കെട്ടി. കമ്മൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഹൂപ്പാണ് ഗോൾഡ്. ഇത് ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. വാച്ച്, ഒരു ഗോൾഡൻ വാച്ച്. ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ. പിന്നെ റിങ്, പറ്റിയ റിങ് ഇട്ടേക്കുന്നത് നോക്കിക്കേ, ലവിൻ്റെ. ഇത് നമ്മുടെ സ്വാച്ച്, അതുപോട്ടെ. അപ്പം യെസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ ലുക്കിനൊരു ക്ലോസപ്പ് വീഡിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടേക്കാമേ. എനിക്കറിയില്ല നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നൈസായിട്ടുണ്ട്. സ്വന്തമായിട്ട് മേക്കപ്പ് ഇട്ടിട്ട് സ്വന്തമായിട്ട് അങ്ങ് തള്ളി മറിക്കുക. പക്ഷെ ജനുവലി എനിക്കിഷ്ടപ്പെട്ടു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിലിടുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു. ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ഇനിയും ഇതൊക്കെ റിമൂവ് ചെയ്യുന്നുള്ളൂ. ഫോട്ടോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല ഫോട്ടോസ്, കുറച്ചെങ്കിലും നല്ല ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഡു ഫോളോ മീ ഇൻസ്റ്റാഗ്രാം. അവിടെ ഞാൻ ഒരുപാട് സെൽഫ് പോർട്രേറ്റ്സ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പം ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടെ എന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഹാപ്പി വാലന്റൈൻസ് ഡേ.